ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് മാക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള 3 മെത്തേഡുകളിൽ ഒന്നാമത്തെ മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഫ്ലോ ഫ്രം ഫേംസ് ടു ഹൗസ് ടു ഫേംസ്. ഇത് ഈ ചിത്രത്തിൽ നോക്കൂ. ഇവിടെ ഈ ചാർട്ടിൽ ഫസ്റ്റ് എ സ്പെൻഡിങ്. എന്താണ് സ്പെൻഡിങ്? ആരുടെ സ്പെൻഡിങ്? ഹൗസ് ഹോൾഡിന്റെ സ്പെൻഡിങ്. അത് ഫേംസിന്റെ റവന്യൂ ഇൻകം. That is expenditure method. Expenditure of the households. That will become the revenue income of the firms. Expenditure method. രണ്ടാമത്തെ മെത്തേഡ് നോക്കൂ, ബി. അവിടെ goods and services produced by firms will be flown to households. സാധനങ്ങളും സേവനങ്ങളും, ഫേമുകൾ നിർമ്മിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡുകളിലേക്ക് പോകുന്ന ഫ്ലോ. That is product method. There we calculate product method. And മൂന്നാമത്തത് income method. Income of the households as wages, rent, interest and profit. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് product method, or it is also known as value added method. Product method of counting national income. ദേശീയ വരുമാനം നിർണ്ണയിക്കാനുള്ള product method. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഏരിയ. ഒരു രാജ്യത്തിന്റെ, ബൃഹത്തായ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ യൂണിറ്റുകളിലെയും, എല്ലാ ഉൽപാദന യൂണിറ്റുകളിലെയും പ്രൊഡക്ഷൻസ് കൗണ്ട് ചെയ്തുകൊണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് ഒരു ഉദാഹരണം പറയാം. എ സിമ്പിൾ എക്കോണമി where only 2 producers are there. One wheat producer, farmer and a baker. ഒരു കർഷകൻ, ഒരു ബേക്കർ. കർഷകൻ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. സപ്പോസ് കർഷകൻ ഒരു വർഷം 100 രൂപയുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ബേക്കർ ആ 100 രൂപയുടെ ഗോതമ്പ് വാങ്ങും. ഓർമ്മിക്കണം, ഫാമർ പ്രൊഡ്യൂസസ് വീറ്റ് with 100 rupees and he has not any other inputs for that, only his labor. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലേബർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മറ്റ് ചിലവുകളൊന്നും തന്നെ ഇല്ല. ഫാമർ പ്രൊഡ്യൂസസ് 100 rupees വീറ്റ്. അതിൽ നിന്ന് അദ്ദേഹം 50 രൂപയുടെ വീറ്റ് ബേക്കർക്ക് വിൽക്കുന്നു. 50 രൂപയുടെ വീറ്റ് ബേക്കർക്ക് വിൽക്കുന്നു. ബേക്കർ ആ വീറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഹി മേക്ക് സം അതർ തിങ്സ്, മേ ബി ബ്രെഡ്. അദ്ദേഹം അതിനെ കൊണ്ട് ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അദ്ദേഹം 50 രൂപയുടെ ആ വീറ്റ് കൊണ്ട് 200 രൂപയുടെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു. ഇതാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥ. ഒരു പ്രാവശ്യം കൂടി പറയാം. ഫാമർ, ബേക്കർ. ഫാമർ പ്രൊഡ്യൂസസ് വീറ്റ് with 100 rupees. Out of that he sells 50 rupees wheat to baker, and with that baker produces 200 rupees of bread. ഈ ഒരു സിമ്പിൾ എക്കോണമിയിലെ ആകെ പ്രൊഡക്ഷൻ എത്രയാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 100, 100 ഫാമർ, 200 ബേക്കർ. ടോട്ടൽ എത്രയാണ്? 300. ശരിയാണോ? ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇവിടെ ഫാമർ അദ്ദേഹം 100 രൂപയുടെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഇൻപുട്ട് ഇല്ല. ഹി ഈസ് നോട്ട് യൂസിങ് എനി അതർ ഇൻപുട്സ് ഫോർ ഹിസ് പ്രൊഡക്ഷൻ. ശരി. പക്ഷെ ബേക്കറുടെ കാര്യം എങ്ങനെയാണ്? Baker produces with 50 rupees of wheat
പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫാമർ. ഫാമർ പ്രൊഡ്യൂസ് ചെയ്ത 50 രൂപയുടെ മീറ്റ് കൊണ്ടാണ് അദ്ദേഹം 200 രൂപയുടെ ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ബേക്കർ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 200 ആണോ? അല്ല, 150 അല്ലേ? 150. അപ്പോൾ ഈ ടേബിൾ നോക്കൂ. Farmer produces 100 rupees. He has no other inputs. Baker produces 200 rupees, but he gets inputs. 50 rupees inputs from the farmer. So that input should be subtracted. ആ 50 രൂപ 200 രൂപയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ബേക്കറുടെ പ്രൊഡക്ഷൻ, യഥാർത്ഥ പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ 50 രൂപ കൂടുതലാണ്, 300 രൂപ, 300 rupees ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാഷണൽ ഇൻകം. പക്ഷേ യഥാർത്ഥത്തിൽ എത്രയുള്ളൂ? 250 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നാഷണൽ ഇൻകം കൂടുതൽ കൗണ്ട് ചെയ്യുന്നതിന്, ഒന്നിൽ കൂടുതൽ തവണ നാഷണൽ ഇൻകം കൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. കൗണ്ടിങ് ദ വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസസ് മോർ ദൻ വൺ ടൈം in national income accounting is known as double counting. So that time the national income will be exaggerated. എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഡബിൾ കൗണ്ടിങ് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിന്റെ എക്സാഗ്രേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അധികമായി തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ we have to avoid this double counting. So in order to avoid this double counting, we introduce a method. That method is known as the net value produced by the farmer and the net value produced by the baker. It is known as value added by the farmer and value added by the baker. Value added by the farmer എത്രയാണ്? 100. Value added by the baker എത്രയാണ്? 150. So 150 plus 100, 250. So the total output will be equal to total products minus intermediate consumption. Intermediate consumption is the raw material used by the producer in order to produce his product. ഒരാൾ ഒരു പ്രൊഡക്ഷൻ നിർമ്മിക്കാൻ വേണ്ടി, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ അളവാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു രാജ്യത്ത് വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ ഡിപ്രീസിയേഷൻ ഓർമ്മയുണ്ടോ? ഡിപ്രീസിയേഷൻ യൂഷ്വൽ വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, ഇതാണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ നമ്മുടെ ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷനിൽ, ഇതിൻ്റെ ഐഡന്റിറ്റീസ് മനസ്സിലാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ ആഡഡ് എന്ന് പറയുന്നു. ഈ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ വാല്യൂ ആഡഡ്. ഒരു ഫേമിൽ ആകെ ഒരു വർഷം അവർ ഉണ്ടാക്കിയ വാല്യൂ ആഡഡ്. ഇവിടെ എല്ലാ ഫേമുകളിലും ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ലേ? എന്താണ് ഡിപ്രീസിയേഷൻ? വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. മെഷീനിന്റെ തേയ്മാനം, ബിൽഡിങ്ങിന്റെ തേയ്മാനം. ഈ തേയ്മാനം എന്ന് പറയുന്നതാണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മൾ വാല്യൂ ആഡഡിന്റെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ, if we add depreciation with value added, it is known as gross value added. Gross value added. And if we don't include depreciation with value added, it is known as net value added. നോക്കൂ, gross value added minus net value added will be equal to depreciation. അതായത് നെറ്റ് വാല്യൂ ആഡഡിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ ഗ്രോസ് വാല്യൂ ആഡഡ് ലഭിക്കും. നമ്മൾ പഠിക്കുന്ന ഈ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഒരു ഫേമിനും അത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളും അവസാനം, അതായത് ആ ഇയർ അവസാനം വിൽക്കാൻ കഴിയാറില്ല. That means there may be unsold stocks in the firm during the last session of the year. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന സമയം മിക്കവാറും ഫേമുകളുടെ കയ്യിൽ എന്തുണ്ടാവും? അവർക്ക് unsold goods will be there. These unsold goods will be in the form of raw materials or finished goods or semi-finished goods. See, എന്താണ് raw materials ഉണ്ടാവാം ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ. അവസാനം ഒരു ഫിനാൻഷ്യൽ ഇയർ മുതൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ മിക്കവാറും സ്റ്റോക്കുകൾ കാണും. എന്തിന്റെ സ്റ്റോക്കാണ്? there may be raw materials ഉണ്ടാവാം, അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം. So the stock of raw materials, semi finished goods and finished goods with a firm, it is known as inventory. It is known as inventory. Inventory from the beginning of the year and end of the year, opening and closing. ആദ്യ ഭാഗത്ത്, ഒരു വർഷത്തിന്റെ ആദ്യ ഭാഗത്തുള്ളതുപോലെ തന്നെയായിരിക്കും അവസാന ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. That means this inventory may increase or this inventory may decrease. കൂടാം, കുറയാം. So if that inventory increases, it is known as accumulation of inventory. And if that inventory decreases, it is known as decumulation of inventory. അതായത് ഇൻവെന്ററി കൂടുകയാണെങ്കിൽ അത് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നും, ഇൻവെന്ററി കുറയുകയാണെങ്കിൽ അത് ഡെക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നും പറയും. ചില ഫേമുകൾ അത് പ്ലാൻ ചെയ്യും, നമുക്ക് കുറക്കണം. സപ്പോസ് ചില ഫേമുകൾ ഇൻവെന്ററി കുറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് പ്ലാൻഡ്, ഇറ്റ് ഈസ് പ്ലാൻഡ് ഡെക്യുമുലേഷൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്ലാൻഡ്, ഇറ്റ് ഈസ് അൺപ്ലാൻഡ് ഡെക്യുമുലേഷൻ. ഇൻവെന്ററി കൂടുന്നു, that means inventory increases, accumulation. If it is planned, it is planned accumulation. And if it is not planned, it is unplanned accumulation. So the change in inventory, inventory ile maatam, change in inventory of a firm will be identical to total production minus total sale. Total production minus total sale. രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇൻവെന്ററി, ദാറ്റ് ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. ചേഞ്ച് ഇൻ ഇൻവെന്ററി, ഇറ്റ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഒരു എക്കോണമിയിലെ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് എ ഫേം എങ്ങനെ കാണാമെന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂ. ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഫേം ഐ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന ഒരു ഫേം, നമ്മൾ എക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഐ എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് ഈക്വൽ ടു ഓർ ഐഡൻറ്റിക്കൽ ടു ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം ഐ, അതിന് നമ്മൾ ക്യു ഐ എന്ന് പറയും, മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം, അതിന് നമ്മൾ സെഡ് ഐ എന്ന് പറയും. ഇത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജി വി എ ഐ identical to value of sales by the firm VI plus value of change in inventories AI, അതിൽ നിന്ന് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം, ദാറ്റ് ഈസ് സെഡ് ഐ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? അത് വാല്യൂ ഓഫ് സെയിൽസിൻ്റെ കൂടെ നമ്മൾ അവിടുത്തെ സ്റ്റോക്ക്, അതായത് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസും കൂടി ആഡ് ചെയ്യണം. അതാണ് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വന്ന ഒരു മാറ്റം. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം മൈനസ് സെയിൽ ഓഫ് ദ ഫേം. ഓക്കെ, ഇവിടെ നമുക്ക് നെറ്റ് വാല്യൂ ആഡും കൂടി നമുക്ക് ലഭിക്കും. ഗ്രോസിൽ നിന്ന് നെറ്റ് കിട്ടാൻ എപ്പോഴും നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇനി
if we sum the gross value added of all the firms of the economy in a year, we get a measure of the value of aggregate amount of goods and services produced by the economy in a year. അതായത് ഒരു രാജ്യത്തുള്ള മുഴുവൻ ഫേമുകളുടെയും ഗ്രോസ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP ലഭിക്കും. So GDP equals sum total of gross value added of all the firms in the economy. If there are n number of firms in the economy, each assigned with a serial number from 1 to n. ഒരുപാട് n നമ്പർ ഓഫ് ഫേംസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു എക്കോണമിയിൽ. അതിന് നമ്മൾ ഓരോ ഫേം, ഒന്നാമത്തെ ഫേം, രണ്ടാമത്തെ ഫേം, മൂന്നാമത്തെ ഫേം, അങ്ങനെ n നമ്പർ ഓഫ് ഫേംസ്. So GDP equals sum total of the gross value added of all the firms in the economy, GVA1 plus GVA2 plus GVAN. Therefore, GDP equal to or GDP identical to sigma GVAI when I tends from 1 to n എന്ന് പറയാം. ഈ ഇക്വേഷനാണ് പ്രൊഡക്റ്റ് മെത്തേഡിൽ GDP കാണാനുള്ള ഇക്വേഷൻ. മറന്നു പോകരുത്, ഒരു പ്രാവശ്യം കൂടി ഓർത്ത് വെക്കുക. GDP ഈക്വൽസ് സിഗ്മ GVAI വെൻ I ടെൻസ് ഫ്രം 1 to n എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ എല്ലാ മുഴുവൻ ഫേമുകളുടെയും 1, 2, 3, 4 n വരെയുള്ള മുഴുവൻ ഫേമുകളുടെയും തുകയാണ് ഇവിടെ I എന്ന് പറയുന്നത്. GDP ഈക്വൽസ് സിഗ്മ GVAI when I tends from 1 to n. So in product method, GDP is identical to nth sigma GVAI where I equal to 1. പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. ഡബിൾ കൗണ്ടിങ്, വാല്യൂ ആഡഡ് മെത്തേഡ് ആൻഡ് ഇൻവെൻട്രീസ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്, ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ് ഒന്നിച്ച് പഠിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.